പ്രിയപ്പെട്ടവരെ, കാഞ്ചീപുരം പട്ടും അമ്പലപ്പുഴ പാൽപ്പായസവും ഒക്കെ പോലെ പ്രസിദ്ധമാണ് ആറന്മുള കണ്ണാടിയും. ആറന്മുള വള്ളസദ്യക്കാലമാണ് കണ്ണാടി കച്ചവടത്തിൻ്റെ സുവർണകാലം. ഈ പ്രളയത്തിനൊക്കെ ശേഷം, ആ വലിയ കെടുതിക്കൊക്കെ ശേഷം ആറന്മുള കണ്ണാടി നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിർമ്മാതാക്കൾ. പത്തനംതിട്ടയിൽ നിന്ന് എസ് വിനേഷ് കുമാറാണ് ആറന്മുള കണ്ണാടിയുടെ വിശേഷങ്ങൾ പറയുന്നത്. ആറന്മുളക്കാരുടെ ഓണാഘോഷം തുടങ്ങുന്നത് വള്ളസദ്യയോടെയാണ്. വള്ളസദ്യയ്ക്കായി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിരവധി പേരെത്തുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകളും ആറന്മുള കണ്ണാടി വാങ്ങിച്ചാണ് മടങ്ങാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ പ്രളയം ആറന്മുള കണ്ണാടി വിൽപ്പനയെയും ബാധിച്ചു. ഈ ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന സ്ഥലങ്ങളെല്ലാം അടഞ്ഞു കിടന്നു, അവിടെയെല്ലാം തന്നെ വെള്ളം കയറി. എന്നാൽ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. എന്തായാലും ആറന്മുള കണ്ണാടി വിശേഷം, അവരെങ്ങനെയാണ് ഈ ഒരു പ്രളയത്തെ അതിജീവിച്ചെന്നാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. രണ്ടായിരത്തി 2018 പ്രളയം ആറന്മുള കണ്ണാടി മേഖലയെ വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 20 സിസ്റ്റം യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. 20 യൂണിറ്റുകളോളം ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 20 യൂണിറ്റുകളിലും അന്ന് വെള്ളം കയറുകയും അത് മെറ്റീരിയൽസ് ആണെങ്കിലും മറ്റു രീതിയിലുള്ള കണ്ണാടികളാണെങ്കിലും എല്ലാം വളരെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ മോൾഡാണ്. ഈ മോൾഡിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ക്ലേ ആണ് ഇതിന് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ക്ലേയുടെ വർക്ക്, ഇതിൽ ക്ലേ കൊണ്ടുണ്ടാക്കിയ മോൾഡ് ധാരാളം നമ്മൾ ഓണക്കാലത്തേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു, അത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതെല്ലാം അന്ന് ഈ യൂണിറ്റുകളിലെ എല്ലാം കൂടുതലും നഷ്ടപ്പെട്ടത് മോൾഡുകളാണ്. കൂടാതെ ഫിനിഷ് ചെയ്ത് വെച്ചിരുന്ന മിററുകൾ, അതെല്ലാം വീണ്ടും നമുക്ക് അഴിച്ച് മിനുക്കിയെടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ആറന്മുളയിലുണ്ടായ ആ 2018 പ്രളയം ലക്ഷങ്ങൾ, ഏതാണ്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയ അനുസരിച്ച് 1 കോടിക്ക് മുകളിൽ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പമ്പയുടെ തീരത്ത് ആറന്മുളയിൽ ഇതുപോലുള്ള നിരവധി കണ്ണാടി നിർമ്മാണശാലകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇവിടുത്തെ പ്രധാന ഒരു വരുമാനം കൂടിയാണിത്. നമുക്കറിയാം, പ്രളയത്തിൻ്റെ ആ ഒരു ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനോഹരമായ കണ്ണാടിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കം വർക്ക്ഷോപ്പുകൾക്ക് അകത്തേക്ക് കൂടുതൽ കയറിയിട്ടില്ല, അതിന് താഴെ വന്ന് നിന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈ ഡാമേജുകൾ ഒഴിവാക്കുവാൻ സാധിച്ചു. ഒരു തരത്തിൽ രക്ഷപ്പെടലായിരുന്നു ഇപ്രാവശ്യം നടന്നത്. ഇപ്രാവശ്യത്തെ പ്രളയം വരുന്നത് കണ്ടിട്ട് തീർച്ചയായും 2018 ആവർത്തിക്കുമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ നിഗമനം. പക്ഷെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏതായാലും അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടാൻ കഴിഞ്ഞു. വളരെ ഭാഗ്യമുണ്ടായി. കാഞ്ചീപുരം പട്ടും അമ്പലപ്പുഴ പാൽപ്പായസവും കോഴിക്കോടൻ ഹലുവയൊക്കെ പോലെ ഏറെ പ്രസിദ്ധമാണ് ആറന്മുള കണ്ണാടി. ആറന്മുള വള്ളസദ്യക്കെത്തുന്നവർ കണ്ണാടി വാങ്ങാതെ മടങ്ങാറില്ല. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പ്രളയമായിരുന്നു ഇവിടെ. ആ പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും കണ്ണാടി നിർമ്മാണം ദ്രുതഗതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എസ് വിനേഷ് കുമാർ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.